കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയായ സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കമായി. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് യാത്ര നയിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സമ്മാനിച്ച ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പർമാർ പടിവാതിൽക്കലെത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയ ക്യാമ്പയിനൊപ്പം പ്രവർത്തകരെയും അണികളെയും തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ദേശീയ തലത്തിൽ BJPക്ക് ബദൽ ശക്തി കോൺഗ്രസ് ആണെന്ന ക്യാമ്പയിൻ ഉയർത്തുമെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് പ്രധാന ലക്ഷ്യം. ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ഈ സർക്കാരിന്റെ കൂടെ എന്നും ഐക്യജനാധിപത്യം കൊണ്ടുകൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൂർത്ത് നടത്താനും സ്വന്തക്കാർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാനും ഈ നാട് കൊള്ളയടിക്കാനുമുള്ള ലൈസൻസ് ഉണ്ടാക്കാനുള്ള ഏത് പരിപാടിക്കും UDF നിങ്ങൾക്ക് സഹകരണം തന്നിട്ടുണ്ടാവില്ല. അല്പം കൂടി കടന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഉന്നമിട്ട് KPCC അധ്യക്ഷന്റെ പ്രതികരണം. സുരേഷുകാരന്റെ കുടുംബമാണ് പിണറായിയുടെ കുടുംബം. പക്ഷേ ഇന്ന് എക്സാലോജിക് കമ്പനിയുടെ MDയുടെ വീടാണ്, MDയുടെ കുടുംബമാണ് പിണറായി വിജയന്റെ കുടുംബം. ഒട്ടും ഭയപ്പെടുത്താതെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നമ്മുടെ സംസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ച അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ദൂർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ ഇല്ലാതാക്കിയ വരാനിരിക്കുന്ന തലമുറകളെ പോലും വലിയ വിപത്തിലേക്ക് തള്ളിവിടുന്ന ഈ ധിക്കാരികളുടെ ഈ സർക്കാരിനെതിരായി, കേരള സർക്കാരിനെതിരായി, അവർക്കെതിരായി നമ്മൾ സമർപ്പിക്കുന്ന കുറ്റപത്രം കൂടിയാണ് സമരാഗ്നി. ഡൽഹിയിലെ സമരത്തിലൂടെ ഇടതുപക്ഷമുണ്ടാക്കിയ രാഷ്ട്രീയ മുന്നേറ്റത്തെ മറികടക്കുക പ്രധാന ദൗത്യമാണ്. സംസ്ഥാന ഭരണത്തിന്റെ വീഴ്ചയാണെന്ന പ്രചാരണം യാത്രയിൽ കൂടുതൽ കടുപ്പിക്കും. KPCCയുടെ സമരാഗ്നി യാത്ര പുറപ്പെടുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാണ്. എന്നാൽ യാത്രയിൽ മുഴങ്ങിക്കേൾക്കുന്നത് സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായ അതിരൂക്ഷ വിമർശനമാണ് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ BJP അല്ല നിർണായക ശക്തി എന്നുള്ളത് തന്നെയാണ് KPCC യാത്രയിലെ പ്രസംഗങ്ങളും തെളിയിക്കുന്നത്. കാസർഗോഡ് നിന്നും ദീപക് ധർമ്മടം, 24.